തീരുമാനങ്ങളിലൂടെയും കേരളത്തിന്റെ ധനകാര്യ വകുപ്പിനെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബാലഗോപാൽ സാറിനെ സോൾ ആർട്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ പ്രിയങ്കരനായ അധ്യക്ഷൻ പണ്ഡിറ്റ് രമേശ് നാരായൺ, സ്വാഗതമാശംസിച്ച ശ്രീമതി രഞ്ജു പി മാത്യു, ശ്രീ അനിൽ ചേർത്തല, ഈ വേദിയിൽ എത്തിച്ചേരുന്ന കൊടിക്കുന്നിൽ സുരേഷ് എം പി, ശ്രീ വയലാർ മാധവൻകുട്ടി, ജനറൽ സെക്രട്ടറി സോൾ, നമ്മുടെ ഇന്നത്തെ പ്രമുഖരായ അതിഥികളുണ്ട്. ശ്രീ ശ്രീരാജ് സിംഗ് IPS, ശ്രീ റഫീഖ് അഹമ്മദ്, അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരും. ശ്രീ ഔസേപ്പച്ചൻ, അദ്ദേഹവും അടുത്ത് തന്നെ എത്തിയെന്നാണ് പറയുന്നത്. ഈ വേദിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ ധാരാളം ആളുകളുണ്ട്. ശ്രീ TP ശാസ്ത്രമംഗലം, ശ്രീ മുരളീമോഹൻ, ശ്രീ സജിമോൻ, സോൾ ആർട്ടിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ്, പുരസ്കാര ജേതാക്കൾ എല്ലാവരും അടുത്ത് പരിചയമുള്ളവരും വളരെ അടുപ്പമുള്ളവരുമാണ്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ SR രമേശ് മുനിസിപ്പൽ ചെയർമാൻ, ശ്രീ ലാൽ KI, ശ്രീ കുണ്ടൂർ സോമരാജ്, അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ബെന്നി കക്കാട്, ശ്രീമതി പ്രിയ, അനുരാജ് മാർനാട് തുടങ്ങി ഈ വേദിയിലിരിക്കുന്നതെല്ലാം ഈ വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തകരാണ്. ഞാൻ പറയുമ്പോൾ ഏഴാച്ചേരി അടക്കമുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. മറ്റു പലരുടെയും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം വലിയ പ്രൗഢഗംഭീരമായ ഒരു നിരയാണ് ഇവിടെ ഉള്ളത്. എത്തിച്ചേരുന്നവരും അതുപോലെ തന്നെയുള്ളവരാണ്. നന്നായി ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ഇത് സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞത്. പ്രത്യേകിച്ചും നമ്മുടെ ഈ MGM പ്രസ്ഥാനത്തിൻ്റെ ആകെ നേതൃത്വമായിട്ടുള്ള അച്ഛൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പ്രത്യേകം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സംഘാടകനാണ്. ഗസ്റ്റുകൾ എത്തിച്ചേരുമെന്ന പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ MGM കുടുംബത്തിൻ്റെ ആകെ കാരണവരായിട്ടുള്ള നമ്മുടെ കൊട്ടാരക്കരയുടെ അഭിമാനമായ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ വേദിയിലുണ്ട്. നമ്മുടെ ഗസ്റ്റുകൾ എത്തിച്ചേർന്നു. എന്തായാലും സാധാരണഗതിയിൽ കേരളത്തിലെ എത്രയോ വലിയ പരിപാടികൾക്ക് പോയാൽ മാത്രം കാണാൻ കഴിയുന്ന വിശിഷ്ട അതിഥികളാണ് വന്നേക്കുന്നത്. വൈക്കം വിജയലക്ഷ്മിയൊക്കെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ. എത്ര പരിപാടികൾക്ക് പോയി കഴിഞ്ഞാലാണ് ഇവരെയൊക്കെ നമുക്ക് സാധാരണ കാണാൻ കഴിയുക. അത്ര ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സോൾ ആർട്ടിൻ്റെ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത. അതിനകത്ത് മനസ്സിലറിഞ്ഞവരെല്ലാം വരുന്നു. അത് ഇവിടെ ആമുഖമായിട്ട് സംസാരിക്കുമ്പോൾ അധ്യക്ഷൻ പറഞ്ഞു, സോൾ ആർട്ട് എന്ന് പറഞ്ഞാൽ അത് ആത്മകല എന്ന ആ ഇവിടെ സൂര്യയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് വിശദീകരിക്കുകയാണ്. ഒരു വശത്തു കൂടി നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് അവരുടെ കലാരംഗത്തെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ അക്കാഡമിക് രംഗത്തും മറ്റുമുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ്. ഇന്ന് പുരസ്കാരം നൽകുന്നത് തന്നെ പത്രപ്രവർത്തകരുണ്ട്. അതിനകത്ത് പത്രപ്രവർത്തകർ അറിയുന്ന പ്രശസ്തരായ ഫോട്ടോഗ്രാഫർമാർ, പത്രപ്രവർത്തകർ, സിസ്റ്റർ, പിന്നെ ഗാന്ധി ഭവനിലെ ശ്രീ ഡോക്ടർ സോമരാജൻ ഇവിടുത്തെ ഗസ്റ്റായിട്ട് തന്നെ ഉണ്ട്. റോസിനി സിസ്റ്റർ ഉണ്ട്. ഇവിടെ എല്ലാവരും, ഞാൻ ഓരോരുത്തരുടെയും ബന്ധത്തിൽ പറയുന്നത്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും നമ്മൾ ഇത്തരം കാര്യങ്ങൾ അവരെ അംഗീകരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുകയും നാട്ടിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നമുക്ക് എത്രത്തോളം കഴിയുന്നു, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ MGMൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇന്നലെ വിഴിഞ്ഞത്ത് വലിയൊരു തുറമുഖം വന്നു. ആ തുറമുഖത്തിൻ്റെ പ്രത്യേകത കേരളത്തിൻ്റെ ഒരു 10-500 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടാണെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. 8500 കോടിയാണ് അത് ചിലവാകുന്നത്. പക്ഷെ ആ ചിലവാകുന്ന പണത്തിൻ്റെ അല്ല,
ലോകത്തുള്ള ഏറ്റവും വലിയ 10-20 തുറമുഖങ്ങൾ ഒന്നാണ്. സൈസ്, അതിൻ്റെ കപ്പാസിറ്റി കൊണ്ട്. അപ്പോൾ അത് വരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നു. അത്തരം കാര്യങ്ങൾ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ വികസനം കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കിതെല്ലാം ഉള്ളത് മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു അതിന് 8,500 കോടിയാണ് ചിലവ്. അത് 5,500 കോടി സംസ്ഥാന സർക്കാർ ചിലവാക്കുന്നത്. ഇത് ഞങ്ങൾ ഇപ്പോൾ 2,700 കോടി ചിലവാക്കി കഴിഞ്ഞു. അപ്പോൾ എന്നോട് പിന്നെ സംസ്ഥാന സർക്കാർ 800 കോടി കേന്ദ്ര സർക്കാരിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ്, ബാക്കിയാണ് അദാനി കമ്പനി. കാരണം തുറമുഖത്തിനാവശ്യമായ പുലിമുട്ടെന്ന് പറയും, നമ്മുടെ ബ്രേക്ക് വാട്ടർ, റെയിൽവേ, റോഡൊക്കെ ഉണ്ടാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇന്നലെ ഞാനിവിടെ ഇതേപോലെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം അഷർ ചെയ്യുന്നു, നമുക്ക് കേരളം എന്ന് പറയുന്ന വലിയ സമ്പന്നമായ സംസ്ഥാനമല്ല. ദേശങ്ങളും സംസാരവും കലാപ്രകടനങ്ങളും എല്ലാം കാണാൻ കാത്തിരിക്കുന്ന നമുക്ക് അതിനുവേണ്ടിയുള്ള സമയം ഇനി എടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഏറ്റവും നന്നായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ ആരംഭം കുറിക്കുന്നതായി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസകൾ വാഗ്ദാനം.